തലയെടുപ്പുള്ള രാഷ്ട്രീയക്കാരുടെ അതിഗംഭീര മത്സരം നടന്ന കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. സജോ ദേവസ്യ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടമാണ് കണ്ണൂര് ഇന്ന് സാക്ഷിയായത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? വേണു, ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 74.78 പോളിംഗ് ശതമാനം. അത് പക്ഷേ വർദ്ധിക്കും. കഴിഞ്ഞ തവണ 83.21 പക്ഷേ പോളിംഗ് ശതമാനം കുറയുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാലും 80 അടുക്കും എന്നതാണ് പോളിംഗ് ശതമാനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇടതുമുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മട്ടന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഒപ്പം UDFന് കൂടുതൽ പ്രതീക്ഷയുള്ള ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ എന്നീ അസംബ്ലി മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം താരതമ്യേന മെച്ചപ്പെട്ടതല്ല. ഇതാണ് കണക്കുകളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. LDF നേരത്തെ പ്രതീക്ഷ വച്ചിരുന്നതാണ്. അതേസമയം UDFന് കൂടുതൽ സ്വാധീനമുള്ള തളിപ്പറമ്പ് നഗരസഭയടക്കം മട്ടന്നൂർ നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഇരു മുന്നണികൾക്കും ആശ്വസിക്കാൻ കഴിയുന്ന കണക്കുകൾ ഉണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രോങ് ഹോൾഡുകളിലൊക്കെ വലിയ തോതിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒരു സൂചകമാണ്. പക്ഷേ പോളിംഗ് ശതമാനം കുറയുന്നത് പൊതുവിൽ സാമ്പ്രദായിക രീതി അനുസരിച്ച് പഴയ നിലയ്ക്കുള്ള വാദത്തിലേക്ക് പോകാൻ കഴിയില്ല. പലപ്പോഴും LDFനെ തുണയ്ക്കും എന്ന് മുൻകാലങ്ങളിൽ വാദിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ലാത്ത കണക്കുകൾ സമീപകാലത്ത് ഉണ്ട് താനും. അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രഡിക്ഷനിലേക്കൊന്നും പോകാൻ കഴിയില്ലെങ്കിലും ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്. പക്ഷേ അപ്പോഴും സസ്പെൻസ് ത്രില്ലർ എന്നത് കണ്ണൂർ ഇപ്പോഴും സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്.